സൂക്ഷിക്കണ്ടേ? മോളെയും ഗൗതമനെയും കാണണമെന്ന് ഞാനിപ്പോ ആഗ്രഹിച്ചതേ ഉള്ളൂ. ആദ്യം ഈ വെള്ളം കുടിക്കും, എന്നിട്ട് കാര്യം പറയാം. ആകെ ഓട്ടത്തോടോട്ടമാണ് ആന്റി. അതാ എപ്പോഴും ഓടി വരാൻ പറ്റാത്തത്. സത്യം പറഞ്ഞ ഓടിയിട്ട് തീരുന്നതേ ഇല്ല. 4 ചുറ്റിന്ന് പ്രശ്നങ്ങളാ. എന്തുപറ്റി മോളെ? ആന്റി കുറച്ചുകൂടെ വെള്ളം കുടിക്കും. ഒന്നും പറയണ്ട ആന്റി, എല്ലാത്തിനും കാരണക്കാരനാ CKC. അയ്യോ ആന്റി, എന്താ? CKC എന്താ ചെയ്തേ? CKC മാത്രമല്ല, കൂട്ടിനാ വസുന്ധരാന്റിയും ഉണ്ട്. അവരെന്താ ചെയ്തത്? അനാഥാലയം തുടങ്ങാനായി ഞങ്ങള് ഒരു പ്രോപ്പർട്ടി നോക്കി വെച്ചില്ലായിരുന്നോ? അതിന് അഡ്വാൻസും കൊടുത്തതാ. ആ CKCയും വസുന്ധരാന്റിയും ചേർന്ന് അതിനിപ്പോ തടസ്സം നിൽക്കുക. ഒരു പ്രശ്നത്തിന് പോകാതിരിക്കാൻ വേണ്ടി ഞാനും ഗൗതമും കൂടി ആ CKCയെ നേരിട്ട് കണ്ടു നോക്കി. പക്ഷെ അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഇപ്പൊ ആ പ്രോപ്പർട്ടി CKCയുടെയും വസുന്ധരാന്റിയുടെയും പേരിൽ എഴുതാൻ പോവാ. എന്നെ തോൽപ്പിച്ച് എന്നെ എങ്ങനെയെങ്കിലും ഈശ്വരമംഗലത്ത് നിന്ന് പുറത്താക്കാൻ വേണ്ടി വസുന്ധരാന്റി ആ വൃത്തികെട്ട CKCയെ കൂട്ടുപിടിച്ചിരിക്കുക. വൃത്തികെട്ടവനാ CKC. അവനെന്റെ മോനെ മനഃപൂർവ്വം തന്നെ ദ്രോഹിക്കാനായി ഇറങ്ങിയിരിക്കുക. മോളെ, ഇനി അവൻ ഇങ്ങനെയൊക്കെ കാണിച്ച എന്തായാലും ചാവാൻ പോകുന്നാളാ ഞാൻ. മരിക്കുന്നതിന് മുമ്പ് ആ CKC കൊന്നിട്ടേ ഞാൻ ചാവൂ. അയ്യോ ആന്റി, എന്താ ഇത്? ഇല്ല മോളെ, ഇനി ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ ഗൗതമനെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അവൻ അനുവദിക്കില്ല. അവനൊരു വിഷപ്പാമ്പ്. എന്താ ഇത്? എന്താ പറ്റിയേ? ഒന്ന് സമാധാനപ്പെട്. CKCയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇല്ല മോളെ, അവൻ എന്റെ മോനെ ഉപദ്രവിക്കും. അവനെ നിനക്ക് അറിഞ്ഞോടാത്തോണ്ട് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി അവരാരും ബലി കൊടുക്കും. ഏതറ്റം വരെയും പോവും. മഹാപാപിയാണവൻ, മഹാപാപി. എന്റെ മോൻ അയാളുടെ മുന്നിൽ തോക്കരുത്. തോക്കാൻ പാടില്ല. ജയിക്കണം മോളെ. എന്റെ മോൻ അയാളെ ജയിച്ചു കാണണം എനിക്ക്. എന്താ ആന്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആ CKC അവൻ ആരാണെന്ന് മോക്കറിയോ? അറിയോ അയാൾ ആരാണെന്ന്? അറിയോ അയാൾ ആരാണെന്ന്? എന്ത് പറ്റി ആന്റി? അയ്യോ ആന്റി കിടക്ക്, ഞാൻ ഡോക്ടറെ വിളിക്കാം. അയ്യോ എന്താ നിർമ്മലേ? എന്ത് പറ്റി നിർമ്മലേ? ഡോക്ടർ, ബ്ലഡ് വരുന്നുണ്ടല്ലോ. വേറെ സ്ട്രെച്ചർ എടുക്കാം ഡോക്ടർ. പെട്ടെന്ന് ICUലേക്ക് മാറ്റാം ഡോക്ടർ. നിർമ്മലേ 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 ഇനി അധികം നേരം ഞാനുണ്ടാവുമെന്ന് തോന്നില്ല മോളെ. അങ്ങനൊന്നും പറയില്ല ആന്റി. ആന്റിക്ക് ഒന്നും സംഭവിക്കില്ല. ഞാൻ മരിക്കും മുമ്പേ ഒരു സത്യം മോൾ അറിയണം. അത് പറയാതെ എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് ആ CKCയെ കുറിച്ചൊരു രഹസ്യം പറയാനുണ്ട് മോളെ. എന്താ ആന്റി? എന്താ? അയാള് അത് പിന്നെ ആന്റി എന്തായിരിക്കും ആ CKCയെ കുറിച്ച് നിർമ്മലാന്റി പറയാൻ വന്നത്? ഇതെന്താണ് ഇപ്പൊ ഒരു പുതുമ? ഇക്കാലം അത്രയും ഞാൻ പറഞ്ഞ പണി ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് പണം തന്നിട്ടുള്ളൂ. ഇതും അങ്ങനെ തന്നെ. എടോ, ഈ ഒരു തവണത്തേക്ക് മാത്രമല്ലേ ഞാനൊരു സാവകാശം ചോദിച്ചത്.
50,000-ന് വേണമെങ്കിൽ 1 ലക്ഷം തന്നേക്കാം. ആദ്യം നിങ്ങൾ ആ കാര്യം ഒന്ന് ചെയ്യ്. എടോ നന്ദി വേണം, നന്ദി. എന്നോടേ ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കണട്ടാ. വച്ചിട്ട് പോടോ ആരെ കഴുതോളും. എന്താടി മോളെ, ആരെയെ വിളിച്ചേ? എന്റെ അമ്മ, എന്റെ എത്ര കൊട്ടേഷൻ എടുത്ത് ചെയ്തിട്ടുള്ളവരാണെന്ന് അറിയോ? ആ നിധിയുടെ കാലൊന്ന് തല്ലി ഓടിക്കാൻ പറഞ്ഞപ്പോ അവർ അഡ്വാൻസ് ആയിട്ട് 50,000 രൂപ വേണം. നിധിയുടെ കാല് തല്ലി ഓടിക്കാനോ? നീ എന്തുദ്ദേശിച്ചുള്ള പുറപ്പാടാ? അത്രയെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ എന്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടൂല. കാല് തല്ലി ഒടിച്ച് അവളെ ഏതെങ്കിലും ഒരു മൂലക്ക് ഇടണം എനിക്ക്. നിധിയുടെ കാല് തല്ലി ഓടിച്ച് മൂല കിട്ടുമെന്ന് കരുതി നിനക്ക് പ്രണവിനെ കിട്ടോ? ഇല്ലല്ലോ. പ്രണവിന് കിട്ടുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം. എനിക്കിപ്പോ നിധി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത്യാവശ്യത്തിന് ഒരു 50,000 രൂപ വേണം. അതിനെന്താ വഴിയെന്നൊന്ന് ആലോചിക്കമ്മ. 50 രൂപ കയ്യിലില്ലാത്ത അവസ്ഥയിലാ ഞാൻ. അപ്പോഴേ അവൾ 50,000-ന്റെ കണക്ക് പറയുന്നത്. എനിക്കാണെങ്കിൽ ചോദിക്കാൻ പോലും ഒരാളും ഇല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്ക് എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ചേ പറ്റൂ. ആ ഗുണ്ടയ്ക്ക് ഇന്ന് തന്നെ 50,000 രൂപ കൊടുക്കണം. നീ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് വല്ലതും പറവേണേ. ആവശ്യമില്ലാത്ത ഓരോ പണികള്. അമ്മേ ഈ മാലെങ്കിൽ താമേ, ഇത് ഞാൻ വിറ്റ് പൈസ എടുത്തോളാം. ഈ മാല ഞാൻ തരില്ല. നീ വിട് ശിവാനി, വിട്. അമ്മേ എനിക്കിത് വേണം അമ്മേ, പ്ലീസ് അമ്മേ പ്ലീസ്. ഒന്ന് പോയ ശിവാനി, ഇതെന്റെ താലിമാലയാ. ഞാനിത് തരൂല എന്ന് പറഞ്ഞ തരൂല. വിട്. ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കാൻ പോലും ആകാത്ത അവസ്ഥയിൽ ആ വീൽ ചെറിയിരിക്കുന്ന മനുഷ്യന്റെ താലിയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് എന്ത് കിട്ടാനാ? ഇനി താലി കൂടിയടങ്ങുന്നുള്ള വാശിയാണെങ്കിൽ ഒരു മഞ്ഞച്ചരട് വാങ്ങിച്ച് അതിൽ കൊരുത്തിട്. ആ മാലെങ്കിൽ താ എന്നിട്ട്. ആ മോഹം മനസ്സിൽ വെച്ചിരുന്നാ മതി. എന്റെ മാല കിട്ടുമെന്ന് മോഹിച്ച് ഓരോ ഗുണ്ടകളെ നീ ഏർപ്പാടാക്കണ്ട. ഓരോരോ കുബുദ്ധിയായിട്ട് ഇറങ്ങിക്കോളും. അതിനെന്താ, ആപത്തിൽ നിന്ന് ആപത്തിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നെ. ചെന്ന് കേറിയ വീട്ടിൽ അതിബുദ്ധി കാണിച്ച് പിടിക്കപ്പെട്ട് പുറത്തായവളാ നീ. എങ്ങനെയെങ്കിലും അവിടെ തിരിച്ചു കയറാൻ മാന്യമായ എന്തെങ്കിലും വഴി ഉണ്ടോന്ന് ആലോചിക്കും. അല്ലാതെ പെറ്റമ്മയുടെ താലി ചരട് പാർക്കല്ല വേണ്ടത്. ഈശ്വര, നിർമ്മലാന്റിക്ക് ഒന്നും സംഭവിക്കില്ലേ? അഥവാ എന്തെങ്കിലും സംഭവിച്ചു പോയാ അത് കഴിഞ്ഞ് നിർമ്മലാന്റിയാണ് പെറ്റമ്മയെന്ന് ഗൗതം അറിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നിർമ്മലാന്റിയാണ് അമ്മ എന്ന സത്യം എനിക്കറിയാമായിരുന്നു എന്ന് കൂടി ഗൗതം അറിഞ്ഞാലോ? ജീവിച്ചിരിക്കുമ്പോ പെറ്റമ്മയെ അമ്മയെന്നൊന്ന് വിളിക്കാൻ